ഇനി ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ് അഗെയിൻ. പറയൂ, LDF മാനിഫെസ്റ്റോ. SKN ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക 10 മണിയോടെ പ്രകാശനം ചെയ്യും. 9:30 മണിക്ക് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ആരംഭിക്കും. ഞങ്ങൾ വാർത്താ സമ്മേളനത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിനിടയിൽ വെച്ചാണ് ഈ പ്രകടന പത്രിക പ്രകാശനം നടക്കുക. ആ പ്രകടന പത്രിക കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് വിലയിരുത്തലിൻ്റെ തുടർച്ചയായിരിക്കും. അതായത് നവകേരള സൃഷ്ടിക്കായുള്ള ശ്രമങ്ങളുടെ തുടർച്ചയായിരിക്കും പ്രകടന പത്രിക. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലുള്ള വലിയ വികസന പദ്ധതികളുടെ തുടർച്ച. മറ്റൊന്ന്, അതിനൊപ്പം തന്നെ നോളേജ് ബേസ്ഡ് ഇക്കണോമി ഡെവലപ്മെൻറ്റ്, അതായത് വിജ്ഞാനാധിഷ്ഠിതമായ പുതിയ വ്യവസായ മേഖല ഉണ്ടാക്കുകയും അതിലൂടെ സമ്പദ്ഘടനയുടെ വളർച്ച ഇത് ലക്ഷ്യമിടും. മറ്റൊന്ന്, വികസനത്തിനൊപ്പം തന്നെ വലിയ വികസനത്തിനൊപ്പം തന്നെ ആ വികസനത്തിന് ഒപ്പം കരുതൽ കൂടി ഉണ്ടാകും. പുതിയ ക്ഷേമ പെൻഷനുകളുടെ വർധന, അതുപോലെ ഭവന നിർമ്മാണ പദ്ധതി, ലൈഫ് പദ്ധതി വീണ്ടും ഊർജ്ജസ്വലമായി നടപ്പിലാക്കും. അങ്ങനെ ഒരു ഭാഗത്ത് വികസനം, മറ്റൊരു ഭാഗത്ത് ക്ഷേമം, ഇതുറപ്പിക്കുന്നതായിരിക്കും. ഇതിനൊപ്പം തന്നെ ഭാവി കേരളത്തിന് വേണ്ടിയാണ് ഭരണ തുടർച്ച എന്ന പ്രഖ്യാപനം കൂടിയായിരിക്കും പ്രകടന പത്രികയിൽ ഉണ്ടാവുക. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.